യാത്രയും ഭക്ഷണവും മാനസിക ഉല്ലാസവും ആരോഗ്യത്തിന് ഗുണകരം. So high I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ തവണത്തെ നമ്മുടെ അഡ്വഞ്ചറസ് ലഡാക്ക് ട്രിപ്പിന് ശേഷം ഇത്തവണ നമ്മൾ പോകുന്നത് ഒരു ഇന്റർനാഷണൽ ടൂറിനാണ്. വി ആർ നൗ അറ്റ് തായ്ലാൻഡ്. ഈ ട്രിപ്പിന് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. പൊതുവെ ആരും ഫാമിലി ആയിട്ടൊരു ഇന്റർനാഷണൽ ട്രിപ്പിന് പോകുമ്പോൾ പാക്കേജ് ഇല്ലാതെ ചൂസ് ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ അതൊന്ന് മാറ്റി പിടിച്ചു. ഈ ട്രിപ്പിന്റെ മുഴുവൻ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. 10 ദിവസത്തെ പ്ലാനിങ്, ഒരുപാട് ഡ്രാഫ്റ്റുകൾക്ക് ശേഷം ഞങ്ങൾ ഫൈനൽ ഐറ്റിനറി ചൂസ് ചെയ്തു. The route you are going has to take the expressway. You told expressway. ഏകദേശം 4.5 മണിക്കൂറിന്റെ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബാങ്കോക്കിലെ ഡോൺ മുവങ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. തായ്ലാൻഡിൽ ലാൻഡ് ചെയ്തതും ഞങ്ങൾ ആദ്യം തന്നെ എയർപോർട്ടിൽ നിന്ന് ഒരു സിം കാർഡ് പർച്ചേസ് ചെയ്തു. റീചാർജിന് ശേഷം ഞങ്ങൾ അവിടുത്തെ 2 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ഗ്രാബ് ആൻഡ് ബോൾട്ട്. ജസ്റ്റ് ലൈക്ക് അവർ ഊബർ ആൻഡ് ഓല, ബട്ട് ദ ചീപ്പസ്റ്റ് വൺ ഈസ് ബോൾട്ട്. അവിടെ പോയി ഇംഗ്ലീഷ് പറഞ്ഞ് തകർക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് തായ് ആയത് കാരണം ആർക്കും ഇംഗ്ലീഷ് വലിയ വശമില്ല. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ചെയ്തതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചായിരുന്നു ഞങ്ങളുടെ മുഴുവൻ കളിയും. തായ്ലാൻഡ് എത്തിക്കഴിഞ്ഞാൽ ഇന്റർസിറ്റി ട്രാവൽ എങ്ങനെ എന്നതാണ് എല്ലാവരുടെയും വലിയൊരു ടെൻഷൻ. എന്നാൽ അതിവിടെ സോൾവ് ആയി കഴിഞ്ഞു. അടുത്ത മേജർ ഹെഡേക്ക് അക്കോമഡേഷൻ ആണ്. ഞങ്ങൾ അത് നാട്ടിൽ നിന്നേ ബുക്ക് ചെയ്തു. അഗോഡ, trip.com, booking.com ഇതാണ് ഞങ്ങൾ മേജർ റെഫറൻസിന് യൂസ് ചെയ്ത 3 ആപ്പുകൾ. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് അഗോഡ. ഇറ്റ് ഇസ് ബോത്ത് ചീപ്പ് ആൻഡ് ബെസ്റ്റ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇന്റർനാഷണൽ ട്രിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ ഓഫ് സീസൺ ആണ് ബെസ്റ്റ് ടൈം. We reached our hotel by 8:30 AM. ആക്ച്വൽ ചെക്കിംഗ് ടൈം 12 PM ആണ്. പക്ഷേ ഞങ്ങൾക്ക് അവർ ഏർലി ചെക്ക് ഇൻ അനുവദിച്ചു. So, the journey begins. നമ്മൾ ഇന്ന് പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. The most exciting and entertaining safari world. സഫാരി വേൾഡിനകത്ത് മെയിൻ ആയിട്ട് 2 അട്രാക്ഷൻസ് ആണ്. ഒന്ന് സഫാരി പാർക്കും മറ്റേത് മറൈൻ പാർക്കും. ഇവിടേക്കുള്ള എൻട്രി ടിക്കറ്റും ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു. അറൌണ്ട് 2500 പെർ ഹെഡ് ആയിരുന്നു ആ പാക്കേജ്. ഇനി അഥവാ നിങ്ങൾ ടിക്കറ്റ് നേരിട്ട് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫാർ മോർ എക്സ്പെൻസീവ് പെർ ഹെഡ്. ഈ ടിക്കറ്റിൽ സഫാരി പാർക്കിലേക്കും മറൈൻ പാർക്കിലേക്കുമുള്ള എൻട്രി ടിക്കറ്റും ബഫേ ലഞ്ചും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഒരു ഡ്രൈവ് ത്രൂ സൈറ്റ് സീയിങ് ആണ് സഫാരി പാർക്ക് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതിന് പ്രൈവറ്റ് വെഹിക്കിളോ സഫാരി വേൾഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബസ് സർവീസോ ഉപയോഗിക്കാം. അതിന്റെ ടിക്കറ്റ് സെപ്പറേറ്റ് ആണ്. ആ ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസിന്
ഞങ്ങൾ ബുക്ക് ചെയ്ത ബോൾട്ട് ക്യാബ് തന്നെ യൂസ് ചെയ്തു. സഫാരി പാർക്ക് ഒരു ഓപ്പൺ സൂ ആണ്. ഇവിടെ നമുക്കാണ് എല്ലാ റെസ്ട്രിക്ഷൻസും. Fly so high, I'm hypnotized. ആര് പറഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ടോ മറ്റേ പിന്നെ ഒന്നല്ല നിങ്ങൾ താഴത്തിറങ്ങാൻ നോക്കാൻ പറഞ്ഞു നോക്കും. അച്ഛാ അച്ഛോ ആരെയും നോക്കുന്നത് എന്തോ കണ്ടിട്ട് നേരെ കണ്ട് ചാടാൻ നോക്കണം. അല്ലല്ല മറ്റേ കാറാണത്. ഒരു പ്രൈഡാണ് ഈ ടൈഗർ കാറിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, അവരെ ഒന്നും ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആരും പുറത്തിറങ്ങിയില്ല. ഗ്ലാസ് പോലും താഴ്ത്തിയില്ല. യാത്രയും എയർപോർട്ട് കുറച്ച് യാത്ര ചൊറിയാണ്. താങ്ക് യു. ഞങ്ങളുടെ ഈ ഡ്രൈവ് ത്രൂ എക്സ്പീരിയൻസ് അടിപൊളിയാക്കിയതിൽ ഈ ഡ്രൈവർ ചേട്ടന് നല്ലൊരു പങ്കുണ്ട്. സഫാരി പാർക്കിന് ശേഷം ഇപ്പൊ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത് മറൈൻ പാർക്കിലാണ്. നമുക്കുള്ള ബഫേ ലഞ്ച് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഫുഡിൽ ഡിഫറെന്റ് ക്വിസീൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് പ്രെറ്റി ഗുഡ് ആൻഡ് വാസ് വർത്ത് ദ പ്രൈസ്. കഴിച്ചു കഴിയുമ്പോഴേക്കും ഡോൾഫിൻ ഷോ തുടങ്ങാൻ ടൈമായി. പിന്നെ അങ്ങോട്ടൊരു ഓട്ടോ ആയിരുന്നു. ഫുള്ളാ. സംഗതി ഇവര് കിടിലൻ ആർട്ടിസ്റ്റ് തന്നെയാണെങ്കിലും ഓരോ പെർഫോമൻസ് കഴിഞ്ഞാലും വായ നിറച്ച് മീൻ വാങ്ങിയിട്ടേ അടുത്ത പെർഫോമൻസ് ചെയ്യുള്ളൂ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നല്ലൊരു ഡോൾഫിൻ ഷോ കാണണമെന്ന്. അതിപ്പോൾ എന്തായാലും സാധിച്ചു. എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്താൽ ഇവർക്കൊപ്പം ഫോട്ടോഷൂട്ട് ഉണ്ട്. ഞങ്ങൾ അടുത്ത ഷോയിലേക്ക് ഓടി. അടുത്തത് നമ്മൾ ഇതുവരെ കാണാത്തതും
കേൾക്കാത്തതുമായ സീ ലയൺ ഷോയിലേക്കാണ് പോകുന്നത്. ഇവർക്കും മോട്ടിവേഷൻ ഫുഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് തെറ്റിച്ചാൽ ഫുഡില്ല. കടിക്കാൻ കിട്ടുന്നില്ല ഇപ്പോൾ അല്ലേ? അടുത്ത പ്രാവശ്യം തെറ്റിക്കില്ല അല്ലേ? ഷോ കഴിഞ്ഞിട്ടും തെറ്റിച്ചവനുള്ള പനിഷ്മെന്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതവിടെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാതെ അവനെ അവിടെ നിന്ന് വിടില്ല. കഴിഞ്ഞിട്ട് കൂലിയുണ്ട് കേട്ടോ. ഡോൾഫിൻ ഷോയിനും സീ ലയൺ ഷോയിനും ശേഷം ഞങ്ങളേറെ കാണാൻ കൊതിച്ച ഒരാളുണ്ട്. ഇനി അവനെ തിരഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാരും നോക്കി നിൽക്കടാ, എനിക്ക് വല്ലതും തേടാ, നീ പിന്നാലേക്ക് അറിയാണ്ടേ. കിട്ടിപ്പോയി. ആള് വലിയ പുള്ളിയാട്ടോ. ഇൻസ്റ്റഗ്രാം സെലിബ്രിറ്റി മിസ്റ്റർ ഒറാങ്കുട്ടാൻ. ഇവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. സത്യം പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും സഫാരി വേൾഡ് കണ്ടു തീരില്ല. നടന്നു മതിയായി. പിന്നെ സമയം വൈകിയപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 4:30 മണിയോടെ ഞങ്ങൾ സഫാരി വേൾഡിൽ നിന്ന് പുറത്തു വന്നു. അതിനുശേഷം ഒരു ബോൾട്ട് ക്യാബ് ബുക്ക് ചെയ്ത് സുക്കുംബിറ്റ് എന്ന സ്ഥലത്തുള്ള ഒരു മോളിലേക്ക് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെറും 45 മിനിറ്റ് എടുക്കേണ്ട ഞങ്ങളുടെ യാത്ര 2 മണിക്കൂർ എടുത്തു. ടെർമിനൽ 21, a chained retail shopping mall. അതാണ് നമ്മൾ ഈ കാണുന്നത്. ബാങ്കോക്കിലും പട്ടായയിലും ഉൾപ്പെടെ തായ്ലാൻഡിൽ 4 ടെർമിനൽ 21 ഉണ്ട്. ഈ മോളിന് ഒരു പ്രത്യേകതയുണ്ട്. 9 നിലയുള്ള ഈ മോളിന്റെ ഓരോ ഫ്ലോറും റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫറെന്റ് കൺട്രീസ് ആണ്. ഈ മോളിലെ ഓരോ ഫ്ലോറും തീം ചെയ്തിരിക്കുന്നത് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഫ്ലോർ റെപ്രസെന്റ് ചെയ്യുന്ന കൺട്രിയുടെ കൾച്ചർ അനുസരിച്ചാണ്. റോം, പാരീസ്, ലണ്ടൻ, ഇസ്താൻബുൾ, ടോക്കിയോ, സാൻ ഫ്രാൻസിസ്കോ, ഹോളിവുഡ് എന്നിങ്ങനെ നീണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ടെർമിനൽ 21 പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ഫ്ലോറിലും 100+ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതെല്ലാം ആ രാജ്യത്തിലെ ഫാഷൻ, സ്റ്റൈൽ, ഫുഡ്,
അതുപോലെ തന്നെ ഹോം ഡെക്കോർ ആണ് പോർട്രേ ചെയ്യുന്നത്. ലെറ്റ്സ് ജസ്റ്റ് സേ ദാറ്റ് ദിസ് ഈസ് ആൻ അബ്സല്യൂട്ട് ഫാഷൻ പാരഡൈസ്. അത്യാവശ്യം ഷോപ്പിങ്ങിന് ശേഷം ഏകദേശം 10:30 മണിയോടെ ഞങ്ങൾ മോളിൽ നിന്ന് പുറത്തിറങ്ങി. കമ്മല് 1 for 29 കേട്ടോ. അവിടുത്തെ കറൻസിയെ പറ്റി പറയാൻ വിട്ടുപോയി. തായ് ബാത്താണ് തായ്ലാൻഡിലെ കറൻസി. ഓൺ ആൻ ആവറേജ് 1 Thai baht equals 2.26 Indian rupees. തായ്ലാൻഡിലെ കൺവേർഷൻ ചാർജസ് കൂടുതലാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കറൻസി കൺവേർട്ട് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞതും അടുത്ത് തന്നെയുള്ളൊരു ബർഗർ കിങ്ങിൽ കയറി ഞങ്ങൾ ഫുഡ് അടിച്ചു. ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. ബാങ്കോക്കിന്റെ ഭംഗി രാത്രിയിൽ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ റൂമിലേക്ക് നടന്നു. തായ്ലാൻഡിലെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So high, I'm hypnotized. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it.